ചേട്ടാ മഞ്ഞ ചമ്മന്തി അവിടെയും കൂടെ കുറച്ച് വെച്ചോ. ഓറഞ്ചും മഞ്ഞയും മിക്സറാക്കി വെക്കണേ. ഈ ചിമ്മു അതൊക്കെ അവർ നോക്കിക്കോളും. അമ്മീച്ച് ഒരുങ്ങാൻ പോയി, നമുക്കും പോവാം. ഉയ്യോ വന്നേ, ഇത് കഴിഞ്ഞ് ഫോട്ടോ എടുത്ത് ഇറക്കാനുള്ളതാ. ഞാൻ ആരാണെന്നല്ലേ? ചിമ്മു അഥവാ ചിന്മയ. ഒരു കുഞ്ഞു ഡോക്ടറാണ് ഞാൻ. പിന്നെ ആക്ടിംഗ് ഭ്രാന്ത് തലക്ക് പിടിച്ചുകൊണ്ട് കുറച്ച് ഷോർട്ട് മൂവീസിലൊക്കെ തകർത്ത് വാരിയിട്ടുണ്ട്. ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങളുടെ ജനറേഷനിൽ ആറ്റുനോറ്റ് കിട്ടിയ ആദ്യത്തെ കല്യാണമാണ് ഡോക്ടർ അനുഗ്രഹ എന്ന അമ്മൂസിയുടെ. എൻ്റെ വല്യപ്പൻ്റെ മോളാണ് അമ്മൂസ്. ഇപ്പം എന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന അനീഷ അമ്മൂസിൻ്റെ അനിയത്തി. ഇന്ന് ഹൽദിയാണ്, അതിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ. ചിമ്മു ലവൻ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ആര്? അയാൾ തേപ്പ് വെട്ടി ആദിജിത്ത്. ഓ ഇതിനൊക്കെ എന്നാത്തിനടി കല്യാണം വിളിച്ച്? അമ്മയുടെ റിലേറ്റീവിലടി. അതാ അവൻ്റെ എടുക്കുന്ന ഡയലോഗ് ലുക്കില്ല പോലും. അല്ലടി എന്തിനു നവിയെ പ്രേമിക്കാൻ പോയിട്ടില്ല അവള് തേച്ചല്ലേ? പിന്നെ അടിപൊളിയായിരുന്നു. അവസാനം അവൾ കല്ലുമാല കാതിൽ കമ്മലിട്ട് അവനെ തേച്ച്. എനിക്കൊന്ന് അടിച്ച് പൊളിക്കണം ഇന്ന്. ഇനി അവൻ പറയൂലല്ലോ ലുക്കില്ലാന്ന്. അത് ശരിയാടി, ഇപ്പൊ നിന്നെ കണ്ട എനിക്കും പ്രേമിക്കാൻ തോന്നും. അയ്യേ അയ്യേ മേം അത്രക്കാരി നെഹി ഹേ. ദേ രണ്ടിന്റെ ഒരുക്കം കഴിഞ്ഞില്ലേ? ആ വരുന്നമ്മേ. ആഹാ മൊത്തം മഞ്ഞ ഓറഞ്ച് മയം. ഇന്നൊരു കലക്ക് കലക്കണം. പിന്നെ ഫുഡിന്റെ സെക്ഷൻ. ആഹാ ആഹാ. ഡീ തേണ്ടേ നിന്റെ എക്സ് ഉണ്ണിയേട്ടൻ. ഡീ ഞാൻ വല്ലതും പറഞ്ഞ കൂടിപ്പോവും. പിന്നെ എൻ്റെ ഒരു ആശ്വാസത്തിന് ഈ നിലം തുടക്കുന്ന ലഹങ്കയും പൊക്കി പിടിച്ച് തലയിട്ടാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആടുന്നുണ്ട്. ആടി ആടി ചെന്നെങ്കിൻ്റെ അടുത്ത് തന്നെ എത്തി. മൈ ദേവിയേ, ഇവനീ പേരൊക്കെ ഓർമ്മയുണ്ടോ? മൈ നീയാണെൻ്റെ പ്രണയം. നീലാ ഞാനില്ലടി. നീ വിട്ടുപോയാ എൻ്റെ ശ്വാസം നിനക്കും. ഹോ തള്ളേ, ഇവനങ്ങ് ചവിട്ടി കൂട്ടിയാലോ? ആക്ച്വലി ഐ ആം സോറി മൈ. അന്ന് അങ്ങനെയൊക്കെ. ഏയ് ഇറ്റ്സ് ഓക്കെ ആദി. താൻ കാരണ എനിക്ക് എൻ്റെ റിയൽ ഡ്രീംസിലേക്ക് എത്താൻ പറ്റിയത്. തന്നെയുള്ള വാശിക്ക്. ദാറ്റ്സ് ഗുഡ്. ഞാൻ തന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു, താൻ ഫോൺ എടുത്തില്ല. ആണോ? സോറി കേട്ടോ, നമ്പരില്ലല്ലോ. വല്ല അലവലാദികളാണെന്ന് കരുതി ഞാൻ അൺനോൺ നമ്പറുകൾ അറ്റൻഡ് ചെയ്യാറില്ല. ഫാൻസ് ആണെന്നും പറഞ്ഞ് വിളിക്കും കുറേ എണ്ണം. മൈ ഐ റിയലി ലവ് യു. വീട്ടിൽ പറഞ്ഞിരുന്നു, അവരും ഓക്കെയാണ്. കെട്ടിക്കോട്ടിടവും. മോനെ മനസ്സിൽ നെടുവെട്ടി. എത്രയോ തവണ കേൾക്കാൻ ആഗ്രഹിച്ച് കണ്ണൊക്കെ അറിയാതെ തന്നെ നിറഞ്ഞു. നോച്ചിമോ ഐലൈനർ ഇളകിയാൽ ബോറാകുവേ. ആർ യു സീരിയസ് ആദി? യെസ്. താൻ ആലോചിച്ച് നാളെ റിപ്ലൈ തന്നാൽ മതി. അന്ന് മൊത്തം അങ്ങയുടെ കണ്ണുകൾ എൻ്റെ പുറകെ തന്നെ. തേച്ചിട്ട് പോയിന് ഇങ്ങോട്ട് വന്ന് കെട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്ന ആ ഫീലുണ്ടല്ലോ സാറേ. അല്ല ചിമ്മു, നീ യെസ് പറയാൻ പോകണോ? അല്ലാതെ പിന്നെ എന്തോരം ആഗ്രഹിച്ചതാ. കസിൻ തെണ്ടികൾ മൊത്തം കൂടി ഇരുന്ന ചോദ്യോത്തര പരിപാടിയാണ്. അന്ന് രാത്രി ഉറക്കമേ വന്നില്ല. നാളെ പറയാൻ നല്ല ഫീലുള്ള ഡയലോഗ് പഠിച്ചു. എന്നിട്ട് കിടന്ന് പോത്തുപോലെ ഉറങ്ങി. ഒരിക്കോട്ടും കുറച്ചില്ല. ലവനി ഇനി തോന്നരുത് നീ ലുക്ക് പോരാന്ന്. ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോഴേ കണ്ടു നോക്കി നിൽക്കുന്ന ആദിയെ. പിള്ളേരൊക്കെ കൂടി സെൽഫി എടുക്കാൻ കൊണ്ടുപോയിട്ട് താമസിച്ചാണ് ചെന്ന്. എന്താ പോയി താനെന്തിനത്തിന് ലേറ്റായത്? സോറി ഉണ്ണിയേട്ടാ, നമുക്ക് അങ്ങോട്ട് മാറിക്കാം. താൻ പറഞ്ഞോ, തൻ്റെ തീരുമാനം എന്താ? വെയിറ്റ്, ഐ ആം ലിറ്റിൽ ടെൻസ്ഡ്. പെട്ടെന്നൊരു ബ്രൗൺ ഡസ്റ്റർ അങ്ങോട്ട് വന്നു. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് കാറ് നിർത്തി. അതിൽ നിന്ന് ഡാർക്ക് ബ്ലൂ കുർത്തയും കസവിന്റെ മുണ്ടും റേബാൻ ഗ്ലാസും വെച്ചൊരു ചുള്ളൻ ഇറങ്ങി ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്നു. പാർത്തു മഹേശ്വർ? യാ, ഐ ആം പാർത്തു മഹേശ്വർ. കണ്ണേട്ടാ, ഇതാണോടി നിന്റെ ഉണ്ണിയേട്ടൻ? യെസ്. ആരാധകരുടെ നെഞ്ചിൽ ഇടം നേടിയ ശബ്ദത്തിനുടമ. യെസ്, പക്ഷെ എനിക്കിരിക്കാൻ ഹൃദയത്തിൽ ഇടം തന്ന ആളാണിത്. വാട്ട്? യെസ്, എനിക്ക് ലുക്കില്ലാന്ന് പറയാൻ ഇട്ടേച്ച് പോയതല്ലേ മിസ്റ്റർ ആദിജിത്ത്. അത് കഴിഞ്ഞ് തനിക്കും കിട്ടി പ്രണയ നൈരാശ്യം. ഇന്നലെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാനങ്ങ് വീഴുന്നു കരുതിയോ? നോ വേ. സെൽഫ് റെസ്പെക്റ്റ് എന്നൊരു സാധനമുണ്ട് മച്ചാനെ. പിന്നെ ലാസ്റ്റ് മന്ത് താൻ തേച്ച വൈഷ്ണവ, അതിൻ്റെ ചങ്ങിൻ്റെ കസിനായിരുന്നു കേട്ടോ. അപ്പോൾ ഓക്കെ ജിത്ത്, ഞങ്ങൾ അകത്തേക്ക് പോട്ടെ. ചിത്തു നീ നടന്നോ, ഞാൻ വരുന്നേ. ജിത്ത് സ്നേഹിക്കാൻ മാത്രമല്ല അവൾക്ക് അറിയൂ, ഭയങ്കര ഇഷ്ടമായിരുന്നു തന്നെ. പക്ഷെ തനിക്ക് നേരം പോക്ക്. ഒരു കാര്യത്തിൽ തന്നോട് നന്ദിയുണ്ട് കേട്ടോ. താൻ കാരണല്ലേ അവളെനിക്ക് കിട്ടിയത്. സോ കല്യാണത്തിന് ഫസ്റ്റ് ഇൻവിറ്റേഷൻ തനിക്ക് തന്നെ. സ്ലോ മോഷനിൽ മുണ്ടും മടക്കി കുത്തി വരുന്ന എൻ്റെ കണ്ണേട്ടൻ. യാ പോരെ കണ്ണേട്ടാ, പൊളിച്ച്. പിന്നല്ല, നിന്റെ ഡ്രീം ഇപ്പൊ സെറ്റായല്ലോ. പിന്നെ അവിടെ നിന്നേ. എന്താടി? കൂളിംഗ് ഗ്ലാസ് വേണ്ട മോനെ ദിനേശാ. കുശുമ്പി. അതേലോ, ആറ്റുനോറ്റ് കിട്ടിയ എന്നോട് കാതലിനെ എപ്പടി ഞാൻ കൈവിട മുടിയും കണ്ണാ. വീടണ്ടെന്നേ മുറുകെ പിടിച്ചോ. ആൻഡ് ലെറ്റ്സ് ട്രാവൽ ടുഗദർ.